കളങ്കാവൽ നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രം. അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ജിതിൻ കെ ജോസ് ആണ് ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ട്രെയിലർ കാണാം. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ സിനിമയിലെ തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിക്കോണം എന്ന ഗ്രാമം. ഓക്കെ, ഇവിടുത്തെ രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായൊരു തർക്കം അവരുടെ സുഹൃത്തുക്കൾ ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കായി മാറി. ഓക്കെ, വിനായകൻ ആൻഡ് മമ്മൂക്ക. തമ്മിലുള്ള ഒരു ലഹളയായി വളർന്നു. കഥ മുഴുവൻ പറയൂ. കലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കഥ. ഓക്കെ, ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ നടത്തിയ അത്യസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാ. ഇതിനൊരു അവസാനം സത്യം ഇത് ഭയങ്കര ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി ഇൻട്രൊഡക്ഷൻ. വിനായകൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് സാറേ ഞാൻ സമ്മാനം തിരിച്ചു പോകുന്നത്? ഓക്കെ, അല്ലെന്നാണ് തോന്നുന്നത്. ജിതിൻ കെ ജോസ് ആ ഹൈപ്പ് കൊടുത്ത് തന്നെ കേട്ടോ അത് ചെയ്തേക്കുന്നത്. ആദ്യമേ നമുക്ക് കാണിക്കാതെ ട്രെയിലർ തന്നെ ഒരു ഹൈപ്പ് ഉണ്ട്. ഓക്കെ, വില്ലൻ തന്നെ. ജസ്റ്റ് ഒരു നേരിൽ മാത്രമേ ഉള്ളൂ, എന്നിട്ടും സ്വാഗ്. അതെന്ത് പരിപാടിയാ? എനിക്കൊന്നും ഇതിന്റെ ഫസ്റ്റിലുള്ള ഒരു ടീച്ചർ ഇറങ്ങിയപ്പോഴും മമ്മൂക്കയുടെ ഡയലോഗ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു സെറ്റപ്പ് ആയിരുന്നു, ഒരു ജസ്റ്റ് നോട്ടത്തിലായിരുന്നു. ഇതൊരു ഒഫീഷ്യൽ ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് പോലും മമ്മൂക്കയുടെ ഒരു എനിക്ക് സിനിമയുടെ ആ ഒരു ഇത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുമെന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും അവർ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണ കാണുന്ന ഒരു ട്രെയിലറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത്. ഇതിന് രണ്ട് വശങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പോലും ഇത് ഈ ഒരു ക്യൂരിയോസിറ്റി കൊള്ളാം. മമ്മൂക്ക എന്ന് പറയുന്ന അതൊരു വില്ലൻ ആണ്, പ്രോപ്പർലി ഒരു വില്ലൻ ക്യാരക്ടർ ആണെന്നുള്ളത് തുടക്കം തൊട്ടേ പറയുന്ന കാര്യമാണ്. സോ ഇത് പക്കാ വില്ലൻ തന്നെയാണ്. പക്ഷേ ട്രെയിലറിൽ അദ്ദേഹത്തിനെ കാണിക്കുന്നതിൽ ഒരു പ്രോപ്പറായിട്ട് കാണിച്ചിട്ടില്ല എന്നുള്ളത് ഭയങ്കര ഇതാണ്. ബട്ട് അതെനിക്ക് തോന്നുന്നു നാളെ കാന്ത റിലീസാകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ ലോക റിലീസ് ചെയ്തപ്പോഴായിരുന്നു എൻ്റെ ഫസ്റ്റ് ടീസർ വന്നത്. ഇപ്പം കാന്ത വരുമ്പോഴാണ് എൻ്റെ ട്രെയിലറും വരുന്നത്. ബട്ട് ആ ഒരു സസ്പീഷ്യസ് സംവിധാനം അവിടെ നിലനിർത്തിയിട്ടുണ്ട്. എൻ്റെ കൊള്ളാം ഈ ഒരു. പക്ഷെ മമ്മൂക്കെ നമ്മളങ്ങനെ ട്രെയിലറിൽ അങ്ങനെ യൂഷ്വലി ഉള്ള ട്രെയിലറുകളെല്ലാം നായകനെ കാണുക എന്നുള്ളതൊരു മെയിൻ പരിപാടിയാണ്. ബട്ട് ഇതിലങ്ങനെ കാണാത്തത് കൊണ്ടുള്ളൊരു ചെറിയൊരു എക്സൈറ്റ്മെന്റ് കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ടീം വിചാരിച്ചിരിക്കുന്നത് നമ്മൾ തിയേറ്ററിൽ വന്നിട്ട് അത് എൻജോയ് ചെയ്താൽ മാത്രം മതി. എന്താണ് അവർ ഒരുക്കി വെച്ചെന്നുള്ളത് അങ്ങനെ ഒരു കൺസെപ്റ്റിലായിരിക്കും അവർ ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, ടിപ്പിക്കൽ സെറ്റപ്പുകളൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു മിസ്റ്റീരിയസ് സംവിധാനം ഒരുക്കി വെക്കുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള വക ഉണ്ട്. ഡെഫിനറ്റ്ലി മമ്മൂക്ക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ പുതിയൊരു സംവിധാനം കൂടെ മലയാളത്തിലേക്ക് വരികയാണ്. പക്ഷെ അദ്ദേഹം ഇതിന് കുറുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ റൈറ്റർ ഇദ്ദേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു നായക കഥാപാത്രം, നായകൻ എന്ന് പൂർണ്ണമായിട്ട് അതെ നായക കഥാപാത്രം ഉള്ളൊരു കഥയാണ് അതിൻ്റെയും. ഇതിൽ വരുമ്പോഴും വിനായകൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. എന്നാൽ പോലും മമ്മൂക്ക വില്ലനാണെങ്കിലും അത് അവരെങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളത് ഭയങ്കര ക്യൂരിയസ് ആണ്. ഒരു വില്ലനാണ് നമുക്ക്. ഇപ്പൊ ബ്രഹ്മയുഗം ആയിക്കോട്ടെ, അതിന് മുമ്പ് വന്ന പുഴുവിലായിക്കോട്ടെ, ഒരു പ്രോപ്പർ വില്ലനാണ്. അതിനുള്ളൊരു പ്രോപ്പർ എൻഡിങ്ങും ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് അങ്ങോട്ട് മമ്മൂക്ക ആയതുകൊണ്ട് കുറച്ച് അങ്ങനൊന്നും കൊടുക്കാതെയാണ് അവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പടത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. പക്ക ഒരു വില്ലൻ. അദ്ദേഹം പ്രോപ്പർലി ഒരു വില്ലൻ തന്നെ ആയിരിക്കണം, അല്ലാതെ ഒരു ഹീറോയിക് സെറ്റപ്പുള്ള ഒരു വില്ലൻ അല്ലാതെ പ്രോപ്പർ ഒരു വില്ലൻ. അതായത് നായകൻ എന്ന് പറയുന്നത് വിനായകൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കും സൂപ്പർ ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ കളങ്കാവൽ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ സിനിമാനുഭവമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാം.